അത് എന്താ ചേച്ചി? എന്തായാലും ചേച്ചി എന്നോട് പറ. അത് ഞങ്ങള് എസ്റ്റേറ്റിൽ നിന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോ കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങുന്നതിനിടെ കുട്ടൻ വീണ്ടും ആ പേര് പറഞ്ഞു, ശില്പ. ശില്പയെ കുറിച്ച് എന്തൊക്കെയോ കുട്ടൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വ്യക്തമായില്ല. ഒന്നെനിക്ക് മനസ്സിലായി, കുട്ടനും ശില്പയും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതിലെനിക്ക് കുറച്ച് വിഷമമുണ്ടായി. എന്നിട്ട് കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ ശില്പ ആരാണെന്ന് ഞാൻ കുട്ടനോട് ചോദിച്ചു. പക്ഷെ കുട്ടൻ അപ്പൊ അതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ചിന്ത ഇതെല്ലാം അവഗണിക്കണോ അതോ ശില്പ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണോന്നാ. സത്യത്തിൽ നീ വന്നപ്പോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതാ. ഇപ്പോഴും ആ ചിന്ത എനിക്ക് വന്നത്. എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? ചേച്ചി വിഷമിക്കാതിരിക്ക. ആവശ്യമില്ലാത്തതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. നോക്ക് ചേച്ചി, ഇത് സിദ്ധുവേട്ടന്റെ 2ാം ജന്മമായിട്ട് കരുതിയാ മതി. ഇനി ശില്പയെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങള് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ചേച്ചി ഊഹിച്ചതുപോലെ സിദ്ധുവേട്ടന് ചിലപ്പോ ശില്പയുടെ നല്ല അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാവും ഉറക്കത്തില് ശില്പയുടെ പേര് സിദ്ധുവേട്ടൻ പറഞ്ഞത്. ചിലപ്പോ ശില്പ കുട്ടന്റെ വേറൊരു ഫ്രണ്ട് ആയിരുന്നിരിക്കാം. നമ്മൾ വെറുതെ ഓരോന്ന് ഊഹിച്ച് ഇല്ലാത്തതുണ്ടാക്കണ്ട, അല്ലേ ഗോപു? ഏതായാലും ചേച്ചി ഒന്ന് കരുതിയിരിക്കണം. എനിക്കതേ പറയാനുള്ളൂ. ചേച്ചി എന്ത് തന്നെയായാലും ഞാൻ ഇന്നും ചേച്ചിയോടൊപ്പം ഉണ്ടാവും.